വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8:49 മുതൽ തിരുവചനങ്ങൾ. മരിച്ചുപോയ ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തേക്കാൾ എന്ന് യഹൂദർ പറയുമ്പോൾ അബ്രാഹത്തെ തങ്ങളുടെ പിതാവായി അവർ അംഗീകരിക്കുന്നുണ്ടെന്ന് വ്യക്തം. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ മാതൃകയിലൊരാൾ. എന്നാൽ ആ അബ്രാഹത്തിൻ്റെ മക്കളെന്ന് അപമാനിക്കുന്നവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിനെ എറിയാൻ അവർ കല്ലുകളെടുക്കുകയും അബ്രാഹത്തെ പിതാവെന്ന് വിളിക്കുകയും യേശുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് മൗഢ്യമാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ മാത്രം വിശ്വസിക്കുകയും സത്യമായ മറ്റു ചില കാര്യങ്ങൾ തള്ളിപ്പറയുകയും ചെയ്യുന്ന യഹൂദരെ പോലെയാണോ അനുദിന ജീവിതത്തിൽ നാം എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. സഹനത്തിൻ്റെയും സങ്കടത്തിൻ്റെയുമായ കാലങ്ങളിലും അബ്രാഹത്തിൻ്റെ വിശ്വാസം നമുക്ക് മാതൃകയാകണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.